ഹലോ, എല്ലാവർക്കും ഷുഗർബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ തന്തൂരി ബർഗറാണ്. അതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് തന്തൂരി ചിക്കനിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 3-4 ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. കളറിന് പകരം 1 സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ആയാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ്. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം 1 സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ആ തന്തൂരിയുടെ കറക്റ്റ് സ്മെല്ല് കിട്ടുക. 1 സ്പൂൺ കസൂരി മേത്തി എടുത്ത് പാനിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ അടച്ചു വെക്കണം. ഞാനിത് തവ ഫ്രൈ ആണ് ചെയ്യണത്. ശരിക്കും ഇത് ഗ്രില്ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ചിക്കനുള്ള കാരണം ഞാൻ ഗ്രില്ല് ചെയ്യണില്ല. എല്ലായിടും മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി കുറച്ച് പിക്കിൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കുംബറും സവാളയും ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും 3 ടീസ്പൂൺ വിനെഗറും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് കുറച്ച് മല്ലിയില, 2 വെളുത്തുള്ളി, കുറച്ച് പുതിനയില, ഒരു ചെറിയ പീസ് ലെമണിൻ്റെ ജ്യൂസ്, എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വേണമെങ്കിൽ 1 സ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ടത് അടിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോനൈസാണ്. അതിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ ചട്നി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം വേറൊരു ബൗളിലേക്ക്. ഇതുപോലെ 3 ടേബിൾ സ്പൂൺ ഗ്രീൻ ചട്നി ഒഴിച്ച് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മയോനൈസ് ഇതുപോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തന്തൂരി ബർഗർ ആയ കാരണം ഗ്രീൻ ചട്നിയുടെ മയോനൈസാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും മിക്സ് ചെയ്യണേ. അല്ലാതെ ഗ്രീൻ ചട്നിയും നമ്മൾ ഒഴിച്ചു കൊടുക്കണം, പ്ലെയിൻ മയോനൈസും ഒഴിച്ചു കൊടുക്കണം. മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തവയിലേക്ക് ഓയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര ഐറ്റംസ് റെഡിയാക്കി വെച്ചാൽ തന്നെ നമുക്ക് ബർഗർ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. മിക്കവാറും എല്ലാവരും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനാണ് താല്പര്യം. പിന്നെ ചിലർ പറയും വാങ്ങുന്ന ടേസ്റ്റൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ കിട്ടില്ല എന്നൊക്കെ. പക്ഷെ കുറച്ച് ടൈമും നമുക്ക് ഒത്തിരി താല്പര്യത്തോടു കൂടി ഉണ്ടാക്കിയ ഏത് ഡിഷും പുറത്തുനിന്ന് വാങ്ങണേലും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞോളൂ കുറച്ച് ചിക്കനായ കാരണം ഗ്രില്ല് ചെയ്യണില്ല. അപ്പോൾ ആ ഗ്രില്ല് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാർക്കോൾ ബേൺ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് നമുക്ക് നമ്മുടെ ബർഗർ ബൺ 2ആക്കി കട്ട് ചെയ്ത് അതൊന്ന് ടോസ് ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുമാതിരി 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആവണ വരെ ചെയ്തെടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ബൺസും ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ വെച്ച ചാർക്കോൾ എടുത്ത് നടുക്കുന്ന മാറ്റാണ്. എന്നിട്ട് ചിക്കൻ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ബർഗർ കിങ്ങിലൊക്കെ ഇതേപോലെയാണ് തന്തൂരി ബർഗർ ചെയ്തെടുക്കണേ. ബർഗർ പാറ്റി പോലെ റൗണ്ട് ഷേപ്പിലൊന്നുമല്ല. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് താഴത്തെ ഭാഗം ബർഗർ ബൺ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നമുക്ക് ചട്നിയുടെ മയോനൈസ് ഇതിൻ്റെ മേലെ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ബർഗർ ബൺ കവർ ചെയ്ത് എടുക്കണം. എല്ലാ സൈഡിലും ഒഴിച്ച് കുറച്ച് ഗ്രീൻ ചട്നി ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് മയോനൈസാണ്.
പ്ലെയിൻ മയണൈസ്, അതും 1-1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ. മയണൈസ് ഇഷ്ടമുള്ളവർ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക, 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച കുക്കുംബർ ഉണ്ടല്ലോ, ഉപ്പും വിനെഗറും ചേർത്ത് വെച്ചിരുന്നത്, അത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ലെറ്റസും അതും 2 പീസ് വെച്ച്, വേണമെങ്കിൽ ചീസ് വെക്കാം. ഞാനിവിടെ ചീസ് വെച്ചിട്ടില്ല. അതിന് ശേഷം മേലത്തെ ഭാഗത്തിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് ഇതുപോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർഗർ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ആ ചിക്കന് കുറച്ച് ഉണ്ടാക്കണ പാടേ ഉള്ളൂ. ചീസ് ഇഷ്ടമുള്ളവർ ഒരു ചീസ് സ്ലൈസ് മിഡിലിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫ്രൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും നല്ല നല്ല റെസിപ്പീസ് വഴിയേ വരുന്നതായിരിക്കും. താങ്ക് യു.